അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅ്മാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം അല്ലാഹു അവൻ്റെ അനുഗ്രഹീത സ്വർഗത്തിൽ ഒത്തുകൂട്ടുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം ഞങ്ങളിലെല്ലാവർക്കും വർഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഇസ്ലാമിലെ സൽക്കർമ്മങ്ങളുടെ പൂക്കാലം വിളിച്ചറിയിച്ചുകൊണ്ടാണ് ആഗതമാകുന്ന മാസമാകുന്നു റമദാൻ, റജബ്. പ്രാചീന അറബികൾക്ക് അത്യധികം ആദരവായ മാസം ആയതുകൊണ്ടാണ് റജബ് മാസത്തിനെ ബഹുമാനിക്കൽ എന്നർത്ഥം വരുന്ന റജബ് എന്ന നാമമുണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിശ്ചയമായും റജബ് അള്ളാഹുവിൻ്റെ മാസമാണെന്നും ഷഹ്ബാൻ എൻ്റെ മാസവും റമദാൻ എൻ്റെ ഉമ്മത്തിൻ്റെ മാസവുമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നാം നിത്യേന ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദിക്റാണ് സുബ്ഹാനല്ലാഹ് എന്നത്. അള്ളാഹു എത്രയോ പരിശുദ്ധൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, തൻസീഹുല്ലാഹി അസ്സ വജല്ല അൻ കുല്ലി സൂഅ്, എല്ലാ ന്യൂനതകളിൽ നിന്നും പടച്ച റബ്ബിനെ മുക്തനാക്കി അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്ന വചനമാണ് സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കുക, ആ വചനം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കവേ അള്ളാഹു അല്ലാത്തവരോട് നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞു ദുആയിരക്കുമ്പോൾ അള്ളാഹു ഉത്തരം തരാൻ പര്യാപ്തനല്ല എന്നല്ലേ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. ഈ ആശയത്തിലൂടെ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് ഒരിക്കലും ഒരു വിശ്വാസിയുടെ മനസ്സിൽ ആ ചിന്ത ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് അർത്ഥം മനസ്സിലാക്കി നമ്മൾ ദിക്ർ ചൊല്ലാൻ ശ്രമിക്കുക. അള്ളാഹു അതിനെ തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. കൂടാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ പ്രധാനപ്പെട്ടതും അത്ഭുതകരവുമായ സംഭവത്തെക്കുറിച്ച് വിവരിക്കുമ്പോഴാണ് അള്ളാഹു തസ്ബീഹിൻ്റെ രൂപത്തിലുള്ള വാക്യങ്ങൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ അള്ളാഹു തസ്ബീഹിൻ്റെ വാക്യത്തോട് വിവരിച്ച സംഭവമാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിൽ 1-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. അള്ളാഹു പറയുന്നു, അള്ളാഹു എത്രയോ പരിശുദ്ധൻ. അല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ, ഒരു രാത്രിയിൽ അള്ളാഹുവിൻ്റെ ദാസനെ, അള്ളാഹുവിൻ്റെ അടിമയെ രാത്രിയിൽ നിശായാത്ര ചെയ്യിച്ചവൻ എത്രയോ പരിശുദ്ധൻ. മിനൽ മസ്ജിദിൽ ഹറാമി, മസ്ജിദിൽ ഹറാമിൽ നിന്നും ഇലൽ മസ്ജിദിൽ അഖ്സ, മസ്ജിദുൽ അഖ്സയിലേക്ക് അള്ളാഹുവിൻ്റെ അടിമയെ, അള്ളാഹുവിൻ്റെ ദാസനെ രാപ്രയാണം ചെയ്യിച്ചവൻ എത്രയോ പരിശുദ്ധൻ. അല്ലദീ ബാറക്നാ ഹൗലഹു, മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുഭാഗങ്ങൾ അള്ളാഹു അനുഗ്രഹീതമാക്കിയിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ അള്ളാഹു രാപ്രയാണം ചെയ്യിച്ചതെന്ന് അള്ളാഹു പറയുന്നു, ലിനുരിയഹു മിൻ ആയാതിനാ, എൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാണിച്ചു കൊടുക്കുവാനാണ് പ്രയാണം ചെയ്യിച്ചത്. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, തീർച്ചയായും അള്ളാഹു എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാണെന്ന് അള്ളാഹു പറയുന്നു. അപ്പോൾ ചുറ്റുഭാഗങ്ങളിൽ നാം അനുഗ്രഹം ചെയ്തിട്ടുള്ള
മസ്ജിദിൽ അക്സയിലേക്ക് തൻ്റെ അടിമയെ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുവാനായി മസ്ജിദുൽ ഹറമിൽ നിന്നും രാത്രിയിൽ പ്രയാണം ചെയ്യിച്ചവൻ എത്രയോ പരിശുദ്ധനാകുന്നു, അവൻ കേൾക്കുന്നവനും കാണുന്നവനുമാകുന്നു തീർച്ച എന്നല്ലാഹു പറയുന്നു. ഒരു രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിലേക്ക് ചെയ്ത യാത്രയ്ക്ക് ഇസ്റാ എന്നും അവിടെ നിന്നും ആകാശാരോഹണം നടത്തിയതിന് മിഅ്റാജ് എന്നും പറയുന്നു. ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് ശരീരത്തോടു കൂടി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യാത്ര ആയിരുന്നു. ഈ വിഷയത്തെക്കുറിച്ച് ഇബ്നു കസീർ റഹ്മഹുല്ലാ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർന്നിരിക്കുന്ന അവസരത്തിൽ തന്നെ ബുറാക്കിൽ കയറിക്കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിലെത്തി. പള്ളിയുടെ വാതിലിൽ ബുറാക്കിനെ നിർത്തി. പള്ളിയിൽ കടന്നു ചെന്നു, 2 റക്അത്ത് നമസ്കരിച്ചു. പിന്നീട് മിഅ്റാജ് കൊണ്ടുവരപ്പെട്ടു. പല പടികളുള്ള കോണി പോലെയായിരുന്നു മിഅ്റാജ്. അതിലൂടെ അടുത്ത ആകാശത്തിലേക്കും മറ്റുള്ള ആകാശത്തിലേക്കും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയറിപ്പോയി. അവിടെ പ്രധാനികളായ മലക്കുകൾ തിരുമേനിയെ സ്വീകരിച്ചു. ആകാശത്തിലുള്ള പ്രവാചകന്മാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ പദവി ക്രമമനുസരിച്ച് സലാം പറയുകയും ചെയ്തു. അങ്ങനെ 6-ാം ആകാശത്തിൽ മൂസാ നബിയുടെയും 7-ാം ആകാശത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും അടുക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നു. പിന്നീട് അവിടെ നിന്നും അപ്പുറം കടന്ന് അള്ളാഹു കണക്കാക്കുന്ന കാര്യങ്ങളെ രേഖപ്പെടുത്തുന്ന പേനയുടെ ചലനം കേൾക്കുമാറുള്ള ഒരു മണ്ഡലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലെത്തി. സിദ്റത്തുൽ മുൻതഹ എന്ന വൃക്ഷവും കണ്ടു. അതിമഹത്തായ പല കാര്യങ്ങളും കണക്കറ്റ വർണ്ണങ്ങളും മലക്കുകളും ആ വൃക്ഷത്തെ ആവരണം ചെയ്തിരിക്കുന്നു. അവിടെ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാക്ഷാത് രൂപത്തിൽ കാണുകയുണ്ടായി. ബൈത്തുൽ മഅമൂർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പുറംചാരി ഇരിക്കുന്നതായിട്ടാണ് കണ്ടത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടത് കാരണം അത് ആകാശത്തിലുള്ള കഅബയാണ്. ദിവസം തോറും 70,000 മലക്കുകൾ ആ പള്ളിയിൽ വന്ന് ബൈത്തുൽ മഅമൂർ എന്ന പള്ളിയിൽ വന്ന് പ്രവേശിച്ച് ആരാധനാ കർമ്മങ്ങൾ നടത്തുന്നു. കടന്നിട്ട് ആ ആരാധനാ കർമ്മങ്ങൾ നടത്തി തിരിച്ചു പോയാൽ പിന്നെ അവർ മടങ്ങി വരികയില്ല. ഖിയാമത്ത് നാളോളം മടങ്ങി വരുന്നില്ല. അവർ പിന്നീട് ഖിയാമത്ത് നാൾ വരെ അവിടെ വരികയുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗവും നരകവും അവിടെ പല കാഴ്ചകളും കണ്ടു. 50 നേരത്തെ നമസ്കാരം അവിടെ വെച്ച് നിർബന്ധമാക്കപ്പെട്ടു. അനന്തരം മൂസാ നബിയുടെ ഉപദേശപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനോട് അപേക്ഷിച്ചതനുസരിച്ച് എണ്ണം പല പ്രാവശ്യമായി ചുരുക്കി 5 നേരമായി ഇളവ് ചെയ്തു കൊടുക്കുകയും ചെയ്തു. അത് മനുഷ്യരോടുള്ള അള്ളാഹുവിൻ്റെ കാരുണ്യവും നമസ്കാരത്തിൻ്റെ മഹത്വവും കൊണ്ടാണ്. എന്നിട്ട് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഇറങ്ങിപ്പോരുകയും അവിടെ വെച്ച് കണ്ട പ്രവാചകന്മാരെ ചേർത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കരിക്കുകയും പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബുറാക്കിൽ കയറി മക്കയിലേക്ക് ആ രാത്രി തന്നെ മടങ്ങിപ്പോരുകയും ചെയ്തു. നേരം പുലർന്നപ്പോൾ രാത്രിയിലുണ്ടായ സംഭവത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളെ അറിയിച്ചപ്പോൾ വ്യത്യസ്തമായ പ്രതികരണങ്ങളാണ് ഉണ്ടായത്. ചിലർ ആ കാര്യം നിഷേധിച്ചു, മറ്റു ചിലർ പരിഹസിച്ചു. പക്ഷേ അബൂബക്കർ റളിയല്ലാഹു അൻഹു അറിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പറഞ്ഞുവോ? അപ്പോൾ അതെ പറഞ്ഞു എന്നാണ് മറുപടി പറഞ്ഞത്. മറുപടി കിട്ടിയപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അവർ ചോദിച്ചു, ഒരു രാത്രിയിൽ ഷാമിൽ പോയി തിരിച്ചു വരുമെന്ന് പറഞ്ഞത് താങ്കൾ അത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി, അതിനേക്കാൾ വിദൂരമായ വിഷയത്തിലും ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിക്കും. ആകാശത്തുള്ള വർത്തമാനങ്ങളിൽ ഞാൻ അദ്ദേഹത്തെ വിശ്വസിക്കുന്നു. അത് മുതൽക്കാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സിദ്ദീഖ് എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശരീരത്തോടും ആത്മാവോടും കൂടി തന്നെയാണ് ഇസ്റാവും മിഅ്റാജും നടത്തിയതെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സുലൈമാൻ നബിയുടെ സദസ്സിലേക്ക് വിദൂരമായ ഒരു രാജ്യത്തിൽ നിന്ന് ഒരു സിംഹാസനം കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പായി എത്തിച്ച സംഭവവും ഖുർആനിൽ അള്ളാഹു വിവരിച്ചിട്ടുണ്ട്.
തൂക്കവും അളവുമുള്ള ഒരു വലിയ സാധനം എങ്ങനെയാണ് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പായി സുലൈമാൻ നബിയുടെ മുമ്പിലെത്തിയത്? ഇതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞൊടിയിട കൊണ്ട് ആകാശത്തിലേക്ക് ഉയർത്താനും തിരികെ എത്തിക്കാനും ഒരു പ്രയാസവുമില്ല. മഹാനായ മൊഹീദ്ദീൻ ഷേഖ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ പറയുന്നു, ഒരു വർഷത്തെ ഒരു മരത്തോടാണ് ഉപമിക്കുന്നത്. ആ മരത്തിലെ ഇലകൾ തളിർക്കുന്നതും പ്രസരിക്കുന്നതും റജബിലും പൂവും കായും ഉണ്ടാക്കുന്നത് ഷഹ്ബാനിലും അതിൻ്റെ വിളവെടുപ്പ് നടത്തുന്നത് റമളാനിലുമാണെന്ന് മഹാനവർകൾ പറയുകയുണ്ടായി. അതുകൊണ്ട് റജബ് മാസം മുതൽ നമ്മൾ തെറ്റിൽ നിന്നും അകലാൻ പരിശ്രമിക്കുകയും അമലികളിൽ ജാഗ്രത വയ്ക്കുകയും ഷഹ്ബാനിൽ കൂടുതൽ ഉന്മേഷം ഉള്ളവരാക്കുകയും ചെയ്താൽ റമളാൻ നല്ല രീതിയിൽ നമുക്ക് വരവേൽക്കാൻ നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 3 ഉപദേശം കൂടി നമുക്ക് മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് സഹാബിയായ ഉഖ്ബ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ കാര്യമാണ്. ഉഖ്ബ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഉഖ്ബ, നിന്നോട് ബന്ധം മുറിച്ച ആളുകളോട് നീ അങ്ങോട്ട് പോയി ബന്ധം ചേർക്കുക. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിനക്ക് എന്തെങ്കിലും കാര്യം തടഞ്ഞു വെച്ച ആളുകൾക്ക് നീ അങ്ങോട്ട് നൽകുക. മൂന്നാമതായി പറഞ്ഞത്, അതുപോലെ നിന്നെ ദ്രോഹിച്ച, നിന്നെ പ്രയാസപ്പെടുത്തിയ ആളുകളോട് നീ മാപ്പ് നൽകുക. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യത്തിന് ജനങ്ങളെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ സൂറത്തു നൂർ 24-ാമത്തെ സൂറത്താണ്. അതിൽ 22-ാമത്തെ ആയത്തിൻ്റെ അവസാനം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മറ്റൊരാളിനെ ആക്ഷേപിക്കുകയോ പരിഹസിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യുമ്പോൾ അള്ളാഹു പറയുന്നു, ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വൽ യഅഫു വൽ യസ്ഫഹു വലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. അതിൻ്റെ ആശയം നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു പറയുന്നു, വൽ യഅഫു വൽ യസ്ഫഹു വലാ തുഹിബ്ബൂന, നിങ്ങൾ അവരോട് വിശാലത പുലർത്തുകയും അവർക്ക് നിങ്ങൾ മാപ്പ് നൽകുകയും ചെയ്യുക. അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങളുടെ പാപം പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഈ ചോദ്യം ചിന്തനീയമാണ് പ്രിയപ്പെട്ടവരെ. അള്ളാഹു പറയുന്നു, അള്ളാഹു നമ്മുടെ പാപം നമുക്ക് പുറത്തു തരാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ സഹജീവികളോട് നമ്മൾ മാപ്പ് കൊടുക്കാൻ, അവർക്ക് മാപ്പ് നൽകാൻ നമ്മൾ തയ്യാറാകണം. എങ്കിൽ മാത്രമേ അള്ളാഹു നമ്മുടെ പാപം പുറത്തു തരികയുള്ളൂ എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ അറിയിക്കുന്നു. എന്നിട്ട് അള്ളാഹു പറയുന്നു, വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു പാപം പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. ഒരു കാര്യവുമില്ലാതെ ചില ആളുകൾ ഇരുന്ന് തമാശയ്ക്ക് പോലും കളിയാക്കുകയോ അവഹേളിക്കുകയോ ചെയ്യരുത് പ്രിയപ്പെട്ടവരെ. ഈ ആയത്തുകളെല്ലാം മനസ്സിൽ തട്ടി അത് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ ദുആ നമ്മൾ മനസ്സിലാക്കണം. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്മസ്ഥലമായ മക്ക വിട്ട് ദീനീ പ്രചരണ വേളയിൽ ഭയങ്കരമായ പീഡനങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേൾക്കേണ്ടി വന്നു. അങ്ങനെ സ്വദേശമായ മക്ക വിട്ട് ത്വായിഫ് എന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ മാതാവിൻ്റെ സ്ഥലം ആയിരുന്നു. അവിടെ ചെന്നപ്പോഴും അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. തെരുവ് പിള്ളേർ കല്ലെറിഞ്ഞ് തല മുറിഞ്ഞു, പല്ലുകൾ പൊട്ടി, രക്തമൊഴുകി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ അഭയം കിട്ടാതെ വളരെ വേദനയോടുകൂടി തായിഫ് മലയുടെ താഴ്വലയിലിരുന്നു കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ പ്രത്യക്ഷപ്പെട്ടു. പറഞ്ഞു, യാ റസൂലുള്ളാഹ്, നബിയെ, തായിഫ് ഈ മലകളെ തമ്മിൽ ഞാൻ കൂട്ടിയിടിക്കട്ടോ നബിയെ. അവരെ അള്ളാഹുവിൻ്റെ റസൂല് വേദനിച്ചപ്പോൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ആ ജനങ്ങളെ നശിപ്പിക്കട്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, വേണ്ട, ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി ഇന്നഹു ലാ യഅലമൂൻ. അള്ളാഹുവേ, അവരുടെ പാപം നീ പുറത്തു കൊടുക്കണേ അല്ലാഹുമ്മ ഗ്ഫിർ ലി, എൻ്റെ പാപവും കൗമി, എൻ്റെ ജനങ്ങളുടെ പാപവും നീ പുറത്തു കൊടുക്കണേ നാഥ. കാരണം ഇന്നഹു ലാ യഅലമൂൻ, അവർ അറിവില്ലാത്തവരാണ് നാഥ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ചത്. ഇതുപോലെയായിരിക്കണം നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടത്. നമ്മളെ ആരാക്ഷേപിച്ചാലും അവഹേളിച്ചാലും കുത്തുവാക്കുകൾ പറഞ്ഞാലും
നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതാണ് പ്രിയപ്പെട്ടവരെ. ഇത് നല്ലതുപോലെ അടിവരയിട്ട് മനസ്സിലാക്കണം. കാരണം ആക്ഷേപിക്കുകയും പ്രായം പോലും അറിയാതെ, പ്രായത്തെപ്പോലും മാനിക്കാതെ ചില ആക്ഷേപിക്കുന്ന ആളുകളുണ്ട്. അവർക്കും കൂടി ചിന്തിക്കാനാണ് ഈ അവസരത്തിൽ ഇത് ഓർമ്മപ്പെടുത്തുന്നത്. മാത്രമല്ല, മനുഷ്യരെ കുത്തിപ്പറയുകയും അവഹേളിക്കുകയും ചെയ്യുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് 104 ഹുമസ, സൂറത്തുൽ ഹുമസ എന്നൊരു സൂറത്തുണ്ട്. അത് അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കുക. മനുഷ്യരെ ഉള്ളവർക്ക് ഇതൊരു പാഠമാണ്. കുത്തിപ്പറയുന്നവർ എന്നൊരു അർത്ഥം വരുന്ന ഒരു സൂറത്തുണ്ട്. അതിൽ 1-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വൈലിൻ ലിക്കുല്ലി ഹുമസത്തിൻ ലുമസ. വൈലിൻ നാശം തന്നെയാണ്. ആക്ഷേപിക്കുന്നവർ ലിക്കുല്ലി ഹുമസത്തിൻ ലുമസ, മനുഷ്യനെ ആക്ഷേപിക്കുന്നവർക്കും അവഹേളിക്കുന്നവർക്കും നാശം. അതിനുശേഷം ഉള്ള ആയത്തുകൾ അതിനെപ്പറ്റിയുള്ള ശിക്ഷകളൊക്കെയാണ്. പ്രിയപ്പെട്ടവരെ, ഇത്തരമുള്ള വേദനയേറിയ ശിക്ഷയിൽ നിന്നും നമ്മളെയും ഈ ആക്ഷേപിക്കുന്നവരെ എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നാഫിയ ഇൽമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വീഡിയോ കാണുന്ന എല്ലാ പേരും ഇത് അതൊന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ 3-ാമത്തെ ഉപദേശം നമ്മൾ നമ്മുടെ മനസ്സിൽ കുറിച്ചിടുക. ഉഖബ, നിന്നെ പ്രയാസപ്പെടുത്തിയ, നിന്നെ ദ്രോഹിച്ച ആളുകളോട് നീ മാപ്പ് നൽകുക എന്നായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ മഹത്തായ ഉപദേശം നമ്മുടെ ജീവിതത്തിൽ പകർത്തി റമദാൻ മാസത്തിനെ നല്ല രീതിയിൽ വരവേൽക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പാപങ്ങളെയും പുറത്ത് മാപ്പ് തരുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കണേ. അല്ലാഹുവേ ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി തരണേ റഹ്മാനെ. യാ അല്ലാഹ്, ധാരാളം പ്രയാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് നാഥ. അതെല്ലാം നിനക്കറിയാവുന്നതാണ്. രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരുണ്ട്, കടങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരുണ്ട്, പുറത്തു പോലും പറയാനൊക്കാത്ത രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് നാഥ. അതെല്ലാം നിനക്കറിയാമല്ലോ റഹ്മാനെ. അതെല്ലാം നീ ശിഫയാക്കണേ റഹ്മാനെ. ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹുവേ. ഒരു രോഗവും ഞങ്ങൾക്ക് നീ വെക്കല്ല റഹ്മാനെ. അല്ലാഹുവേ, രോഗം കൊണ്ട് നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹുവേ. സിറാത്തുൽ മുസ്തഖീം എന്ന പാലം മിന്നൽ പോലെ കടന്നു പോകാൻ നീ ഞങ്ങൾക്ക് ഉദവി ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, മരണസമയത്തുള്ള ഞങ്ങളുടെ പ്രയാസങ്ങളെ നീ കുറച്ചു തരണേ റഹ്മാനെ. യാ അല്ലാഹ്, മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടുകൂടി അല്ലാഹുവേ സത്യവിശ്വാസികൾക്ക് നൽകുന്ന ദിവ്യ സന്ദേശം നീ ഞങ്ങൾക്ക് കേൾപ്പിക്കണം യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്നത്തു ഇർജിഇ ഇലാ റബ്ബികി റാദിയത്തൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദിഹി വദ്ഖുലി ജന്നതി എന്ന ദിവ്യ സന്ദേശം കേട്ടുകൊണ്ട് ഈ ലോകത്തിൽ നിന്നും വിട പറയുവാൻ ഞങ്ങൾക്ക് നീ ഉദവി ചെയ്യണേ റഹ്മാനെ. ഒരു യഥാർത്ഥ മുത്തഖിയായി ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞ് സ്വർഗം കരസ്ഥമാക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹുവേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും എല്ലാം കുടുംബസഹിതം സ്വർഗത്തിൽ കടക്കുവാൻ നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. യാ അല്ലാഹ്, ഈ ദുആയെ നീ കബൂലാക്കണേ ഈ ദുആയെ നീ കബൂലാക്കണേ റഹ്മാനെ. സർവശക്തനായ നാഥ, ഈ ദുആയെ കബൂലാക്കണേ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടി പറയാനുണ്ട്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒരു മോള് എൻ്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചിരുന്നു. പ്രിയപ്പെട്ട മോളോടുത്ത് പറയുകയാണ്, മോളെ, ഞാൻ താമസിക്കുന്നത് കല്ലറ പാങ്ങോട് കല്ലറ നമുക്ക് അറിയാമായിരിക്കും. അത് തിരുവനന്തപുരം ജില്ലയാണ്. അവിടെയാണ് താമസിക്കുന്നത്. 2 വർഷത്തിന് മുമ്പ് പരവൂർ എന്ന സ്ഥലത്ത്, കൊല്ലം ജില്ല പരവൂർ കലക്കോട് എന്ന സ്ഥലത്തായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇപ്പോഴും ഞങ്ങൾ 2 വർഷമായി ഇവിടെ താമസത്തിന് വന്നത് വേറെയൊന്നും അല്ല മോളെ. എനിക്ക് കാല് നല്ല സുഖമില്ലായിരുന്നു. കാലിൻ്റെ മുട്ട് മാറ്റിവെക്കൽ സർജറി നടന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. എനിക്ക് ഒരു മോളേ ഉള്ളൂ. നോക്കാൻ മറ്റാരുമില്ലായിരുന്നു. വേറെ ആൺമക്കൾ ആരും തന്നെ ഇല്ല. ആ മോള് തന്നെയാണ് ഞങ്ങളെ സംരക്ഷിക്കുന്നത്. എൻ്റെ പൊന്നുമോളുടെ ആഫിയത്തിനും ദീർഘായുസിനും വേണ്ടി ഞങ്ങളെപ്പോഴും ദുആ ചെയ്യുന്നു.
പിന്നെ മോളെ പറയാനുള്ളത്, ഞാൻ ഇന്നും ഇന്നലെയുമല്ല ഈ ദീനി അള്ളാഹുവിന് വേണ്ടി സംസാരിക്കാൻ ഇറങ്ങിയത്. 18 വർഷമായി അള്ളാഹുവിന് വേണ്ടി സംസാരിക്കാൻ ഇറങ്ങിയിട്ട്. അപ്പോൾ എൻ്റെ ഒരു ക്ലാസ് കഴിഞ്ഞുടനെ തന്നെ അതിൽ വരുന്ന വീഴ്ചകളും പാളീച്ചകളും എന്തെങ്കിലും അക്ഷരത്തെറ്റുകളോ വിട്ടുവീഴ്ചകളോ ഉണ്ടെങ്കിൽ അത് പൊറുക്കാൻ വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. കാരണം കുറ്റങ്ങളും കുറവുകളും പറയുന്നവരുടെ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അൽഹംദുലില്ലാഹ്, ഈ 18 വർഷം കൊണ്ട് ഞാൻ സംസാരിക്കുന്നു. ഇനിയും എനിക്കിപ്പോൾ 71 വയസ്സായി മക്കളെ. ഇൻഷാ അല്ലാഹ് എൻ്റെ ശരീരത്തിന് അള്ളാഹുവിൻ്റെ അജൽ എത്തുന്നത് വരെ എൻ്റെ ശരീരത്തിന് ആഫിയത്തുണ്ടെങ്കിൽ ഞാൻ ഇനിയും അള്ളാഹുവിന് വേണ്ടി സംസാരിക്കും. അള്ളാഹു അതിനെ തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്, ഇത്രയും കാര്യം എനിക്ക് പറയാനുണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ വീഡിയോ കാണുന്ന എല്ലാ മക്കളെയും അവരുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരണേ റഹ്മാനെ. അള്ളാഹുവെ, അവരുടെ ഭവനങ്ങളിൽ നിൻ്റെ റഹ്മത്ത് ചൊരിയണേ അള്ളാഹുവെ, അവരുടെ ഭവനങ്ങൾ നീ ഇഷ്ടമുള്ള ഭവനമാക്കണേ അള്ളാഹുവെ, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ആ ഭവനത്തിലുണ്ടെങ്കിലും അള്ളാഹുവെ, ഈ ദുആ അതെല്ലാം ദൂരീകരിച്ചു കൊടുക്കുവാൻ ഞങ്ങളുടെ ഈ ദുആ, എൻ്റെ ഈ ദുആ കാരണമാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കുവാൻ ഈ ദുആ കാരണമാക്കണേ അള്ളാഹുവേ. ഞങ്ങളുടെ എല്ലാ വിജയത്തിനും ഈ ദുആ കാരണമാക്കണേ അള്ളാഹുവേ. ഈ വീഡിയോ കാണാൻ ഇരിക്കുന്ന അത്രയും സമയം അള്ളാഹുവേ, ഒരു സാലിഹായ അമലായി അള്ളാഹുവിൻ്റെ അടുത്ത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതണേ റഹ്മാനെ. യാ അല്ലാഹ്, ഇതുവായി നീ സ്വീകരിക്കണേ റഹ്മാനെ. യാ അല്ലാഹ്, ഇതുവായി സ്വീകരിക്കണേ റഹ്മാനെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا وارحمنا ولوالدينا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا إلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا. ربنا واغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم برحمتك يا رب العالمين. السلام عليكم ورحمة الله.